തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പഴഞ്ഞിക്കടവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം വാട്സാപ്പ് കൂട്ടായ്മയുടെ പേരിൽ പ്രതിഭാസംഘവും മെറിറ്റ് അവാർഡ് വിതരണവും 107 കുട്ടികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ജൂൺ മാസം 1-ാം തീയതി പഴഞ്ഞിക്കടവിൽ നടന്ന പ്രതിഭാസംഗമം മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോൺസൺ സാർ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ കൺവീനറും മുൻ വാർഡ് മെമ്പറുമായ ഒ പൊന്നച്ചൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് മായാദേവി സ്വാഗതം ആശംസിച്ചു. പ്രതിഭാസംഗമത്തോട് അനുബന്ധിച്ച് 38 വർഷത്തെ സേവനത്തിൽ നിന്നും പഴഞ്ഞിക്കടവ് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ശ്രീമതി വത്സല അമ്മയ്ക്കും കൊല്ലം ജില്ലയിലെ മികച്ച BLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവി ടീച്ചറെയും മുൻ വാർഡ് മെമ്പർ അന്നമ്മ തോമസ് നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ പേരിൽ ആദരിച്ചു. പ്രതിഭാസംഗമത്തോട് അനുബന്ധിച്ച് ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നിരവധിയായ കുട്ടികളെ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ പേരിൽ അവാർഡ് നൽകി അനുമോദിക്കുകയും തുടർന്ന് നിരവധിയായ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ചികിത്സാ സഹായവും നൽകി നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ പ്രോഗ്രാം വളരെ ഗംഭീരമായി പഴഞ്ഞിക്കടവിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 107 കുട്ടികൾക്കാണ് പഠനോപകരണം വിതരണം ചെയ്യുന്നത്. ആ 107 പേർക്ക് കൊടുക്കുന്ന പഠനോപകരണത്തിന്റെ കൂടെ ഒരു 5 പേർ കൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്നാണ് നമ്മൾ കരുതുന്നത്. ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഡംബരത്തിലേക്ക് പോകാതിരുന്നത്. ഇന്ന് ഇവിടെ വലിയ സ്റ്റേജുകളില്ല, കമാനങ്ങളില്ല, മറ്റൊന്നുമില്ല. പിന്നെ ആളുകൾക്ക് വരുന്നവർക്ക് വേണ്ടി ഇരിക്കാൻ കുറച്ച് കസേര, വിശിഷ്ട അതിഥികൾക്ക് പോലും നമ്മളെ പോലെ ഒരു ചെറിയ കസേര കൊടുത്ത് ഇരുത്തി സ്വീകരിച്ചു എന്നതിനപ്പുറമായി 1 രൂപ പോലും അനാവശ്യമായി മുടക്കിയ ഒരു പ്രചാരണമോ ഒരു ആഡംബരമോ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ വർഷം ഇതിന് അഡ്മിന്മാരും ഈ നാട്ടുകൂട്ടം കൂട്ടായ്മയിലെ ഒട്ടേറെ 165ഓളം കുടുംബങ്ങൾ ഈ വാർഡിലെ ഈ നാട്ടുകൂട്ടം കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയിലെ പല ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് പോരാ, ഇത് സമൂഹം അറിയണം, മറ്റുള്ള സംഘടനകളും ഒക്കെ ഇത് അറിയണം. അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളെ കൂടി ക്ഷണിച്ച് ഇതിന് വേണ്ടി പ്രചരണം കൊടുക്കണമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നത്. കാരണം മിക്കവാറും എല്ലാവരുടെ മുഖങ്ങൾ സ്ഥിരം കാണാറുണ്ട്. കാരണം ഞാൻ ഇതുവഴി രാവിലെ വേട്ടും പോകുന്നു തിരിച്ചു വരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാവരും ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് പൊന്നച്ചൻ ക്ഷണിച്ചപ്പോൾ. അപ്പോൾ ഞാൻ ആ പൊന്നച്ചനെ ചോദിച്ചു എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നാട്ടുകൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പറയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കോവിഡ് കാലത്തായിരിക്കണം ഈ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയത്. നിരവധിയായ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പ്രസ്ഥാനത്തെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുവാനായിട്ടുള്ള അവസരമായി ഞാനിതിനെ കാണുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രോത്സാഹനം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും അവനവന്റെ നാട്ടിൽ വെച്ച് ഒരു ആദരവ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും, മറ്റു പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ടാവും. പക്ഷേ സാധാരണ അവനവന്റെ നാട്ടിൽ നിന്ന് അവനവന്റെ സുഹൃത്തുക്കളിടയിൽ വെച്ചൊരു സമ്മാനം ലഭിക്കുക, അതൊരു പെൻസിലായ പോലും ഒരു പേനയായ പോലും അങ്ങനെ ഒരു സമ്മാനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമ്മാനമായി ഞാൻ അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സമ്മാനത്തിന് അർഹരായ കുട്ടികളെ എല്ലാം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂള് തുറന്നു വരികയാണ്. സ്കൂള് തുറന്നു വരുമ്പോൾ കുട്ടികൾക്കുള്ള സാമൂഹിക സുരക്ഷ ആയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിതരണം ചെയ്യുന്നു. നോട്ട്ബുക്കുകളോ പുസ്തകങ്ങളോ പേന അതോടൊപ്പം വിതരണം ചെയ്യുന്നു. ആ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. കൃഷി രംഗത്തും മറ്റുള്ള രംഗങ്ങളിലെല്ലാം ഒരുപാട് പ്രയാസമുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ വളരെ വലിയൊരു ഭാരിച്ച ഉത്തരത്തിൽ 2-3 കുട്ടികൾ പഠിക്കുന്ന വീടുകളുണ്ടാകുന്ന ഭാരിച്ച ചെലവുകൾ ഇവയൊക്കെ നേരിടാനായിട്ട് നാട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ചെറുപ്പക്കാരൊക്കെ ഉൾപ്പെടുന്ന കൂട്ടായ്മകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കോവിഡ് കാലത്തായാലും വെള്ളപ്പൊക്കത്തിന്റെ കാലത്തായാലും മറ്റു പല സന്ദർഭങ്ങളിലും ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ കൂടിച്ചേർന്ന് നടക്കുന്ന ഈ പ്രസ്ഥാനം പൊന്നച്ച നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിൽ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മികച്ച BLA ആയി തെരഞ്ഞെടുത്ത ടീച്ചർ, അതുപോലെ തന്നെ പോസ്റ്റ് വുമൺ ആയി റിട്ടയർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാഡം, ഇവരെല്ലാവരെയും വളരെ സന്തോഷത്തോട് ആദരവോട് അവരെ കൂടെ ആദരിക്കുവാനായിട്ട് അവസരം കണ്ടെത്തിയ ഇതിന്റെ ചുമതലക്കാരെയും അഡ്മിന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് അവസരം ഉപയോഗിക്കുന്നു.